ഗാരിക്കിന്റെ യുണൈറ്റഡ് വിജയക്കൊയ്ത്ത് തുടരുകയാണ്. സിറ്റിയെ 2-0ക്കും ആർസെലിനെ 2-3 തച്ചു തകർത്ത ചെകുത്താന്മാർ നിലവിലെ തങ്ങളുടെ പതിവ് തെറ്റിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഓൾഡ് ട്രഫോർഡിൽ നടന്ന മത്സരത്തിൽ 2-3 ഗോളുകൾക്കാണ് ഫുൾഹാമിനെ തകർത്തെറിഞ്ഞത്. മത്സരം അതിന്റെ 80 വരെ വിജയമുറപ്പിച്ചു നിന്ന് ചെകുത്താന്മാർക്ക് നിരാശയേകുന്ന ഫുൾഹാമിന്റെ 2 ഗോളുകൾ പിറക്കുന്നുണ്ട്. അതോടെ ആർത്തിരമ്പിയ ഓൾഡ് ട്രഫോർഡ് നിശ്ചലമായി. എന്നാൽ വിധിയെപ്പോലും വിറപ്പിക്കും വിധമായിരുന്നു സെസ്കോയുടെ ആ ഉഗ്രൻ ഗോൾ പിറക്കുന്നത്. അതോടെ ഫുൾഹാമിനെയും മറികടന്ന് ചെകുത്താന്മാർ കുതിക്കുകയാണ്. ഫുൾഹാമിന്റെ ടച്ചോടുകൂടെയാണ് മത്സരം തുടങ്ങുന്നത്. മത്സരത്തിലെ സുപ്രധാന നീക്കം വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നാണ്. വലത് വിങ്ങിൽ നിന്ന് ക്യൂഞ്ഞ ഫുൾഹാമിന്റെ ഗോൾ വല ലക്ഷ്യമാക്കി ഇരച്ചു കയറുന്നു. എന്നാൽ ക്യൂഞ്ഞയുടെ മുന്നേറ്റത്തിന് ഫുൾഹാം താരം ടാക്കിൾ ചെയ്ത് രക്ഷപ്പെടുത്തുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങൾ പെനാൽറ്റിക്കായി വാദിച്ചെങ്കിലും റഫറി നിരസിക്കുന്നുണ്ട്. അതിനുശേഷം എംബുമോക്ക് മികച്ചൊരവസരം ലഭിക്കുന്നുണ്ട്. ഗോളിനായി മുന്നേറിയ എംബുമോയെ പ്രതിരോധ താരം വീഴ്ത്തിടുന്നു. വീണെടുത്തു നിന്ന് എഴുന്നേറ്റുകൊണ്ട് വീണ്ടും ശ്രമം നടത്തിയെങ്കിലും പാഴാകുകയായിരുന്നു. മത്സരത്തിന്റെ 19-ാം മിനിറ്റിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നത്. കിക്കെടുത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ബ്രൂണോ ഫെർണാണ്ടസ് പ്രതിരോധ നിരയെ പിളർക്കുന്ന തരത്തിൽ കൃത്യമായ അളവിലും വേഗത്തിലും ഒരു ക്രോസ് ബോക്സിലേക്ക് നൽകി. പന്തിന്റെ സഞ്ചാരപഥം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാർക്കിങ്ങിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ കസമീറോ അതിശക്തമായൊരു ഹെഡറിലൂടെ പന്തിനെ ഗോൾ വലയിലേക്ക് തൊടുത്തുവിട്ടു. ഫുൾഹാം ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ കൃത്യതയാർന്ന ഫിനിഷിങ്ങിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിൽ 1-0 എന്ന നിലയിൽ ലീഡ് നേടുകയാണ്. ബ്രൂണോയുടെ ക്രിയേറ്റിവിറ്റിയും കസമീറോയുടെ ഏരിയൽ മികവും ഒത്തുചേർന്നപ്പോൾ പിറന്ന ഈ ഗോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആധിപത്യം ഉറപ്പിക്കുകയാണ്. ആ ഗോളിന് ശേഷം ഇരു ടീമുകളും തങ്ങളുടെ നീക്കങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പരസ്പരം വിട്ടുകൊടുക്കില്ലെന്ന ഭാഷ അവരുടെ ശരീരഭാഷയിൽ നിന്നും പ്രകടമായിരുന്നു. ഇല്ല, യുണൈറ്റഡിന്റെ ഗോൾ വേട്ട അവസാനിക്കുന്നില്ല. ഓൾഡ് ട്രഫോർഡിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അടുത്ത നീക്കം. മിഡ്ഫീൽഡർ കസമീറോയുടെ കാലുകളിൽ പന്ത് ഭദ്രം. പ്രതിരോധ നിരയുടെ കണ്ണ് വെട്ടിച്ച് സൂചിപ്പഴുതിലൂടെന്ന പോലെ കസമീറോ ആ പാസ് നൽകുന്നു. എതിർനിരയുടെ പ്രതിരോധ കോട്ടകൾ അവിടെ തകർന്നടിയുകയാണ്. ഗോൾ കീപ്പർക്ക് തന്റെ ശ്രമം പാഴാകുന്നു. വായുവിൽ ഒരു മിന്നർ പിളർപ്പ് പോലെ എംബുമോയുടെ തകർപ്പൻ ഷോട്ട് ഗോൾ കീപ്പറെയും ഡിഫൻഡർമാരെയും വെറും കാഴ്ചക്കാരാക്കിക്കൊണ്ട് പന്ത് വലയുടെ മൂലയിൽ ചെന്ന് പതിക്കുകയാണ്. അതെ, യുണൈറ്റഡ് 2ാമത്തെ ഗോളും സ്വന്തമാക്കിയിരിക്കുന്നു. സ്റ്റേഡിയം ആർത്തിരമ്പുകയാണ്. നൗ യുണൈറ്റഡ് 2 ഫുൾഹാം 0. പിന്നാലെ ഫുൾഹാമിന് ലഭിച്ച ഫ്രീ കിക്ക് വാളിൽ തട്ടിത്തെറിച്ചത് സഹതാരത്തിലേക്ക്. അയാൾ ഒരു ഷോട്ട് ഉതിർത്തെങ്കിലും ഫുൾഹാം താരത്തിന് പിഴക്കുകയായിരുന്നു. 2ാം പകുതിയിൽ യുണൈറ്റഡിന്റെ ലീഡ് വർദ്ധിപ്പിക്കാൻ യുവതാരം സെസ്കോക്ക് ഒരു സുവർണാവസരം ലഭിച്ചിരുന്നു. വിങ്ങിൽ നിന്നുള്ള ക്രോസിന് ഉയർന്നു ചാടിയ സെസ്കോ നൽകിയ പവർഫുൾ ഹെഡർ ഗാലറിയെ ഒന്നടങ്കം ആവേശത്തിലാക്കിയെങ്കിലും പന്ത് ബാറിൽ തട്ടിയാണ് തെറിച്ചത്. ആരാധകർ നിരാശയായി. യുണൈറ്റഡ് ജയം ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ 85-ാം മിനിറ്റിലാണ് കളി ആകെ മാറിയത്. ബോക്സിനുള്ളിലെ ഫൗളിനെ തുടർന്ന് ഫുൾഹാമിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. സമ്മർദ്ദഘട്ടത്തിലും ശാന്തത കൈവിടാതെ കിക്കെടുത്ത 7ാം നമ്പർ താരം റൗൾ ഹിമിനസ് പന്ത് ഗോൾ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് അടിച്ചു കയറ്റി. ഗോൾ കീപ്പർക്ക് യാതൊരു പഴുതും നൽകാത്തൊരു കൃത്യതയാർന്ന ഷോട്ടായിരുന്നു. സ്കോർ ബോർഡിൽ 2-1. ഒരു അലകടലായി ആർത്തിരുമ്പുന്ന ഓൾഡ് ട്രഫോർഡിനെ നിശബ്ദമാക്കിക്കൊണ്ട് ഫുൾഹാം മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആരാധകരെ നിശബ്ദരാക്കിക്കൊണ്ട് മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ യുണൈറ്റഡിന്റെ വിജയമോഹങ്ങൾക്ക് കഴിഞ്ഞാണിട്ടുകൊണ്ട് പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് കെവിൻ തൊടുത്ത ഉഗ്രൻ ഷോട്ട് ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം വലയിലേക്ക് തുളച്ചു കയറി. ഒരു നിമിഷം മുമ്പ് വരെ ആരവങ്ങൾ ഉയർന്ന സ്റ്റേഡിയത്തിൽ പൊടുന്നനെ ശ്മശാനമൂകത തളം കെട്ടി നിന്നു. അവിശ്വസനീയമായി തിരിച്ചുവരവിലൂടെ ഫുൾഹാം സ്കോർ ബോർഡ് സമനിലയാക്കുകയാണ്. 2-2. ഫുട്ബോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ആവേശകരമായ തിരിച്ചുവരവുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഓൾഡ് ട്രഫോർഡ് ഇന്ന് മറ്റൊരു ഇതിഹാസ നിമിഷത്തിന് കൂടെ വേദിയാവുകയാണ്. ഇഞ്ചുറി ടൈമിൽ കെവിൻ നേടിയ ഗോളിലൂടെ ഫുൾഹാം സമനില പിടിച്ചപ്പോൾ യുണൈറ്റഡ് ആരാധകരുടെ മുഖത്ത് നിരാശയുടെ നിഴൽ പടർന്നിരുന്നു. ആ ഗോൾ ഫുൾഹാമിന് നൽകിയത് ഒരു നിമിഷത്തെ ആശ്വാസം മാത്രമായിരുന്നു എന്ന് ആരും കരുതിയില്ല. എന്നാൽ വിധിയെ എഴുതാൻ ഇനിയും സമയമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 3 മിനിറ്റുകൾക്കകം യുണൈറ്റഡ് ആഞ്ഞടിക്കുന്നു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മൈതാനത്തിന്റെ വലത് വിങ്ങിൽ നിന്നും ബ്രൂണോ ഫെർണാണ്ടസ് നൽകിയ ആ കൃത്യതയാർന്ന പാസ്
കളിയിലെ ഗതി മാറ്റിമറിച്ചു. ഗോൾ മുഖത്ത് നിലയുറച്ചിരുന്ന ബെഞ്ചമിൻ സെസ്കോ പന്ത് തന്റെ വരുതിയിലാക്കി. സ്റ്റേഡിയം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്ന നിമിഷമായിരുന്നു. ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് സെസ്കോ പന്ത് വലയുടെ ഉള്ളിലേക്ക് എത്തിച്ചപ്പോൾ ഓൾഡ് ട്രഫോർഡ് വീണ്ടും ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ഒരു നിമിഷമായിരുന്നു അത്. സമനിലയുടെ നിരാശയിൽ നിന്നും യുണൈറ്റഡിനെ വിജയത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ സെസ്കോ എന്ന താരം ചെകുത്താന്മാരുടെ യഥാർത്ഥ രക്ഷകനായി മാറുകയാണ് സെസ്കോ. ആ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ യുണൈറ്റഡ് 3 ഫുൾഹാം 2. തോൽവി സമ്മതിക്കാത്ത പോരാട്ട വീര്യവുമായി യുണൈറ്റഡ് കളം വിടുമ്പോൾ സെസ്കോ എന്ന പേര് ആരാധകരുടെ മാത്രമായി കഴിഞ്ഞിരിക്കുന്നു. ഗാരിക്കിന്റെ യുണൈറ്റഡിനെ തളച്ചിടാമെന്ന് ആരും കരുതണ്ട. പലരും തൊറ്റുമടങ്ങിയ പരിശീലക സ്ഥാനത്താണ് ഗാരിക്കിന്റെ തന്ത്രപരമായ അഴിഞ്ഞാട്ടം കാണുന്നത്. ഈ വിജയത്തോടുകൂടി 24 മത്സരങ്ങളിൽ നിന്ന് 41 പോയിന്റുകളുമായി ചെകുത്താന്മാർ 4ാം സ്ഥാനത്തേക്ക്. അതെ, അവർ തിരിച്ചു വരികയാണ്.